അടിച്ച് ഫിറ്റായിട്ട് ദേവന് നടക്കാൻ പറ്റാതിൻ്റെതായി ഇവിടെ കിടന്ന് എഴയുന്നുണ്ട്. ഇടതോട്ട് മോന്നോട്ട് മഞ്ഞ് തിന്ന മോന്ന് തിന്നിട്ടുണ്ട്. അപ്പോൾ കാനഡ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ്, അവിടെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യമാണെന്നാണ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പം കൊടും വിൻ്ററാണ്, മൊത്തം സ്നോ ഇങ്ങനെ നിറഞ്ഞു കിടക്കുവാണ്. ഞങ്ങൾ ഈ വിൻ്ററിൽ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്, വിൻ്റർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കിത് നോക്കാം. അപ്പോൾ നമ്മുടെ ദേവ് ഇതാ കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആളുടെ സ്ലൈഡ് ഇവിടെ കിടപ്പുണ്ട്. 65 വയസ്സായ ദേവിൻ്റെ അമ്മുമ്മയാണ് മഞ്ഞത്ത് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹില്ലാണ്. ഒരുപാട് ആൾക്കാർ വന്ന് സ്ലൈഡ് ചെയ്യുന്നതും സ്കീയിങ് ചെയ്യുന്നതും കൂടെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പുറത്ത് കുഞ്ഞു പിള്ളേർക്കുള്ള ചെറിയ ഇതുകൊണ്ട്, ഇവിടെ കുറച്ചുകൂടെ വലിയ ആൾക്കാർക്ക്. എന്നാൽ നമ്മൾ ഇതിലാണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? എക്സ്പീരിയൻസ് ഇത് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ കിട്ടാത്ത ഒരു സംഗതിയാണ്. എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ഒരു സീനാണ്. എങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അല്ലേ? ഫുള്ള് സ്നോ എടുത്ത് എറിയുന്നുണ്ട് കൊച്ചുമോൻ. അപ്പം ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു നമുക്ക് നാട്ടിൽ കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. തണുപ്പ് നന്നായിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഇത് നമുക്ക് അതിൻ്റെതായ ഗിയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ഫാമിലീസാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു സമയം ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയായിട്ട്. Let's go. ഇപ്പോൾ ടെമ്പറേച്ചർ പറയുവാണെങ്കിൽ ഒരു -1 -2 ആ റേഞ്ചിലാണുള്ളത്. ഏകദേശം എല്ലാ ആൾക്കാരും സ്നോ പാൻസ്, അതേപോലെ ജാക്കറ്റ്, ഗ്ലൗസ്, പിന്നെ ഹാറ്റ് അതെല്ലാം വെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഭയങ്കര ഒരു അടിപൊളി ഒരു വ്യൂവും അത് മാത്രമല്ല ഭയങ്കര രസകരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. കൈ പിടിക്കാം ബാ. ഇനി നമ്മൾ പോയി മുകളിൽ പോയി സ്ലൈഡ് ചെയ്യട്ടെ. നമ്മളിങ്ങനെ പതുക്കെ മല കയറിക്കൊണ്ടിരിക്കുവാണ്. ഒരു സൈഡിൽ കൂടെ വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മരങ്ങളെല്ലാം നിൽപ്പുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവരുടെ സ്കീൽ നമ്മളും കൂടെ തെറിച്ച് നേരെ താഴോട്ടായിരിക്കും പോകുന്നത്. പറ്റുമോ അമ്മ കയറാൻ? കുഴപ്പമില്ലേ? പതുക്കെ വന്നാൽ മതി. മരത്തിലാണെങ്കിൽ പിടിച്ചോ കേട്ടോ, അഥവാ ചറുക്കുവാണെങ്കിൽ. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ അവരവരുടെ ടേണിന് വേണ്ടിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഇത് കയറി വരാൻ ഇച്ചിരി പാടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ കയറി വന്ന് പിള്ളേരുടെ കിടക്കുവാണ്, റെസ്റ്റ് എടുക്കുവാണ്. നമ്മൾ തുടങ്ങാൻ പോവാണ്. വന്ന് ആള് ചറക്കി ഇങ്ങനെ തളർന്ന് വന്നിരിക്കുകയാണ്. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയായിട്ട്. നടക്കാൻ വയ്യാഞ്ഞിട്ട് ഇങ്ങനെ വരുവാണ്. അപ്പോൾ നമ്മൾ അടുത്ത് വീണ്ടും സ്ലൈഡ് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിരുന്നു. അടുത്തൊരു കുട്ടി അവിടെ സ്കീയിങ് പഠിക്കുകയാണെന്ന് തോന്നുന്നു, ചെറുതായിട്ട് സൈഡിൽ കൂടെ. വേര് സാഹസികമായിട്ട് പോവാണ്. വെയിറ്റ് കാരണം പോകുന്നില്ലാന്ന് തോന്നുന്നു, സ്റ്റക്കായിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാൻ പോവാണ്. ഞങ്ങൾ 3 പേരായിട്ട് സ്ലൈഡ് ചെയ്യാൻ പോവാണ്. അമ്മ പേര് ചീപ്പുണ്ട്. എന്ത് വന്നാലും കൈ താഴെ വെക്കല്, ഞാൻ ഡ്രൈവ് ചെയ്തോളാം കേട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്ലൈഡ് ചെയ്ത് വന്ന ഞങ്ങളുടെ അവസ്ഥയാണിത്. എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ മോളിൽ നിന്നാണ് ഇപ്പോൾ സ്ലൈഡ് ചെയ്ത് വന്നത്. അടിപൊളിയായിരുന്നു. ഇവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. അടുത്ത് ചറങ്ങി വന്ന് നമ്മൾ എങ്ങനെയുണ്ട്? How was your experience, Vasha? Can you remove your face mask? How was your experience? കുറച്ച് മഞ്ഞ് തിന്നിട്ടുണ്ടോ? It's so cold.